സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ. സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനിറിയ സമ്മാനങ്ങൾ നേടൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ 7012945198. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ. 27 വർഷത്തെ സേവന പാരമ്പര്യവുമായി ആൽഫാൻ കർട്ടൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആൽഫാൻ കർട്ടൻസ്, കാളികാവ് റോഡ്, വണ്ടൂർ. ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിൽ ആദിവാസി സഹകരണ സൊസൈറ്റിയുടെ സ്ഥലത്തെ ജനങ്ങൾക്ക് ഭീഷണിയായ കാട് വെട്ടിത്തെളിയിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വിഷയവുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ ജില്ലാ കലക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുന്നു. സൊസൈറ്റിയുടെ 10 ഏക്കറോളം വരുന്ന സ്ഥലത്തെ കാട് കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും താവളമായിരിക്കുകയാണ്. ചോക്കാട് 40 സെന്റ് ആദിവാസി നഗറിലെ മനുഷ്യർക്ക് നേരം ഇരുട്ടിയാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആദിവാസി നഗറിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇല്ലാത്തതാണ് പ്രധാന കാരണം. സൊസൈറ്റി ഭാരവാഹികളെയും ITDP അധികൃതരെയും വാർഡ് മെമ്പർ കെ ഷാഹിന ബാനുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ സമീപിച്ചെങ്കിലും കാട് വെട്ടുന്നതിന് നടപടിയായിട്ടില്ല. 40 സെന്റ് ഗിരിജൻ നഗറിൽ ആന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ കുറേ ദിവസങ്ങളായതിൻ്റെ പിന്നാലെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എന്നും ഇവിടെ ആന ഇറങ്ങും. ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ആന ഈ പ്രദേശത്ത് നിന്ന് ഇങ്ങോട്ട് കയറി വീടുകളുടെ മുന്നിലേക്ക് എത്തുകയാണ്. അത് അവിടെ നിന്ന് നില ഉറപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആട്ടിയിട്ടും ഒച്ചട്ടിട്ടൊന്നും പോകുന്ന ഒരു സ്ഥിതിയിലല്ല ഉള്ളത്. RRT ഫോറസ്റ്റിലേക്ക് വിളിച്ച് പറഞ്ഞ് അവിടുന്ന് RRT വന്നതിന് ശേഷം ഓടിപ്പിച്ച് വിടുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ അതെന്നും തുടർക്കഥയായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് പുറത്ത് ജോലിക്ക് പോയുള്ള ആളുകൾക്ക് തിരിച്ച് നമ്മുടെ നഗറിലേക്ക് വരാനും ഇവിടെ നിന്ന് വീട്ടിലുള്ള ആളുകൾക്കൊന്ന് പുറത്ത് ബാത്റൂമിൽ പോകണമെന്നുണ്ടെങ്കിൽ പോലും പറ്റാത്ത അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് സൊസൈറ്റിയുടെ കാടിൽ നിന്നാണ് ഇപ്പോൾ നിലവിൽ ഇവിടെ നിന്ന് ഓടിപ്പിച്ച് വിട്ടാലും സൊസൈറ്റീൻ്റെ കാട്ടിൽ ചെന്ന് നിൽക്കുകയാണ് ആന. അപ്പോൾ ആ കാട് വെട്ടലാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് സൊസൈറ്റിയിൽ പോയി സെക്രട്ടറിയും പ്രസിഡന്റിനെയും നേരിട്ട് കണ്ടിരുന്നു. കണ്ടപ്പോൾ അവിടെ നിന്ന് വലിയ ശാശ്വതമായ മറുപടിയൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. സൊസൈറ്റി നഷ്ടത്തിലാണ്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് കാട് വെട്ടിത്തരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ മറുപടി. അവർ പറഞ്ഞത് ഇപ്പോൾ കമ്മിറ്റി നിലവിലില്ലാത്തത് കൊണ്ട് തന്നെ AR ഓഫീസുമായി ബന്ധപ്പെടണം, AR ഓഫീസിൽ നിന്നാണ് തീരുമാനം തരിക എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇന്നലെ AR ഓഫീസിൽ പോയി. AR ഓഫീസിൽ പറഞ്ഞത് അവർക്ക് ഫണ്ട് ചിലവഴിച്ചിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല, പക്ഷേ കാട് വെട്ടുന്നതിന് എതിരഭിപ്രായം ഇല്ല എന്നുള്ളതാണ് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി കിട്ടിയത്. അതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ ഞങ്ങൾ ഇന്നലെ നേരെ ഫോറസ്റ്റ് ഓഫീസിലും പോയിരുന്നു. ഫോറസ്റ്റ് ഓഫീസിൽ നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിൽ പോയി അവിടെ ഓഫീസറെ കണ്ടപ്പോൾ DFO അസിസ്റ്റൻറ്റ് DFOനെ കണ്ട് സംസാരിച്ചപ്പോഴും പറഞ്ഞു അവിടെ നിന്ന് ഫണ്ട് ആയി ബന്ധപ്പെട്ടിട്ട് അവർക്ക് ചെയ്തു തരാൻ ബുദ്ധിമുട്ടാണ്, പക്ഷേ കാട് വെട്ടുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യും? കാട് വെട്ടാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് മാത്രം വെട്ടിയാൽ തീരുന്ന കാടല്ല അവിടെ ഉള്ളത്. ഒരു കാട് വെട്ടണമെന്നുണ്ടെങ്കിൽ കാട് വെട്ടുന്ന മെഷീൻ കൊണ്ടുവരണമെങ്കിലും അതുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ ആക്കണമെന്നുണ്ടെങ്കിലും അതിന് സാമ്പത്തിക ചെലവ് നന്നായിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ കാട് എത്രയും പെട്ടെന്ന് കാട് ഒഴിവാക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെതും ഈ നാട്ടുകാരുടെയും നഗറിലെ എല്ലാവരുടെയും അഭിപ്രായം. ഇതിന് പരിഹാരം കാണണമെങ്കിൽ സൊസൈറ്റീൻ്റെ ഭരണസംഘടന ഉണ്ട്, അതായത് ഡയറക്ടർ ബോർഡ്, അവർ തീരുമാനം എടുക്കണം. അപ്പോൾ അത് ആ ഡയറക്ടർ ബോർഡിൽ DFO പിന്നെ ഒരു മെമ്പറാണ്, പിന്നെ ITDP ഓഫീസർ ഒരു മെമ്പറാണ്, അങ്ങനെ പല ഉദ്യോഗസ്ഥന്മാരുണ്ട്, മലപ്പുറത്ത് നിന്നൊക്കെ ഉണ്ട്. അപ്പോൾ അവരൊരു പിന്നെ പെട്ടെന്നൊരു ബോർഡ് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് ഈ കാട് വെട്ടിക്കണം. കാട് വെട്ടി കഴിഞ്ഞിട്ട് ഫെൻസിങ് ഇടും വേണം, അല്ല കാട് വെട്ടിയതിനെ കൊണ്ട് ഈ ആനവരവും നിൽക്കാൻ പോകണില്ല. ഞങ്ങളിപ്പോൾ അതാണ് ആവശ്യപ്പെടുന്നത്. കാട് വെട്ടിയത് തന്നെ പോരെ, ഫെൻസിങ് വെട്ടണം. ഇതോടെ 40 സെന്റ് ആദിവാസികൾ ജില്ലാ കലക്ടറെയും വകുപ്പ് മന്ത്രി അടക്കമുള്ളവരെയും സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. 10 ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ 27 മുതൽ ഒക്ടോബർ 30 വരെ. മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ്, തിരുവാലി, പൂന്തോട്ടം, പത്തിരിയാൽ, മലപ്പുറം.